പ്പെട്ട കാര്യം പി വി അൻവർ എന്ന ഒറ്റയാൾ ഉണ്ടാക്കുന്ന പാർട്ടിയല്ല ഇപ്പോൾ അത് എന്നതാണ്. എം കെ സ്റ്റാലിന്റെ കൂടി ആശീർവാദത്തോടെ പുതിയ പാർട്ടി രൂപീകരിക്കുന്നു. അപ്പോൾ നേരത്തെ അൻവർ പറഞ്ഞതുപോലെ സി പി എമ്മിലെ തന്നെ പ്രബലനായ ഒരു നേതാവിന്റെ പിന്തുണയുണ്ട്, മറ്റ് മുൻ MLA-മാരുടെ പിന്തുണ തേടും. അത്തരത്തിൽ സി പി എമ്മുമായി അകന്നു നിൽക്കുന്ന എല്ലാവരെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തിലേക്ക് കൂടി പി വി അൻവർ നീങ്ങുന്നു എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ. കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഒരു വലിയ പാർട്ടിയുടെ, ഇന്ത്യ മുന്നണിയിലെ തന്നെ ശക്തി കേന്ദ്രമായ ഒരു പാർട്ടിയുടെ സഖ്യകക്ഷിയായി നിന്നുകൊണ്ടാണ് ഈ പാർട്ടി പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ തന്റെ ശക്തി തെളിയിക്കുക എന്ന മട്ടിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുകയാണ് അൻവർ. കൃത്യമായും പി വി അൻവർ ഒരേ സമയം തന്നെ ഇന്ത്യ മുന്നണിയിലേക്കുള്ള ഒരു വഴി തുറക്കുന്നു, തനിക്കെതിരെയുള്ള വിമർശനങ്ങൾക്ക് പ്രതിരോധം തീർക്കുന്നു, സി പി എം എന്ന പാർട്ടിയെ പ്രതിസന്ധിയിലേക്കാക്കുന്നു. അത്തരത്തിൽ വ്യത്യസ്തമായ രീതികളിലൂടെ, ഒരേ രാഷ്ട്രീയ നീക്കത്തിലൂടെ വ്യത്യസ്തമായ പ്രതിരോധങ്ങളും രാഷ്ട്രീയ നീക്കങ്ങളും പി വി അൻവർ നടത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പി വി അൻവർ സ്വതന്ത്രമായ ഒരു പാർട്ടി രൂപീകരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ പി വി അൻവറെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളികൾ ഉണ്ടാവും. എന്നാൽ പാർട്ടി പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ കൃത്യമായി ഒരു രാഷ്ട്രീയ ദിശാബോധമുള്ള ഒരു മുന്നണിയുടെ ഭാഗമായി കൊണ്ട് തന്നെ പാർട്ടി പ്രഖ്യാപനം നടത്താൻ പി വി അൻവറിന് കഴിയുന്നു എന്നുള്ളത് വലിയ നേട്ടം തന്നെയാണ്. ആ ഒരു അതിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ പാർട്ടി പ്രഖ്യാപനത്തിന്റെ നാളെ വൈകുന്നേരം 5 മണിക്ക് മഞ്ചേരിയിൽ വെച്ചുകൊണ്ട് ഈ പാർട്ടി പ്രഖ്യാപനം നടത്താൻ പോകുന്നതിന് മുമ്പ് തന്നെ രാഷ്ട്രീയമായി വലിയൊരു വിജയം പി വി അൻവർ നേടിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് നിലവിലെ പല രാഷ്ട്രീയ വിവാദങ്ങളുണ്ട്. സംസ്ഥാനത്തെ പോലീസിന്റെയും ADGP RSS വിവാദവും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ അഭിമുഖ വിവാദം അടക്കം നിരവധി വിവാദങ്ങളിൽ ന്യൂനപക്ഷ സമുദായങ്ങൾക്ക്, സാമുദായിക സംഘടനകളൊക്കെ തന്നെ വലിയ അതൃപ്തി സംസ്ഥാന സർക്കാരിനെതിരെയും CPM-നെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും പരസ്യമായി പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെയാണ് സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയത്തിന്, BJP വിരുദ്ധ രാഷ്ട്രീയത്തിന് ഇടതുപക്ഷമല്ല എം കെ സ്റ്റാലിൻ നേതൃത്വം കൊള്ളുന്ന DMK ആണ് ഒരു മികച്ച ഓപ്ഷൻ എന്ന് പി വി അൻവർ പറഞ്ഞു വെക്കുന്നത്. അല്പസമയം മുമ്പ് റിപ്പോർട്ടറിനോട് സംസാരിച്ചപ്പോഴും പി വി അൻവർ പലവരും ആവർത്തിച്ച് പറയുന്നതും ഇല്ലെങ്കിൽ ഊന്നി പറയുന്നതും ഈ കാര്യം തന്നെയാണ്. നാളെ പാർട്ടി പ്രഖ്യാപനം നടത്തിയ മഞ്ചേരിയിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോഴും ഈ ഒരു താരതമ്യമായിരിക്കാം പി വി അൻവർ പ്രധാനമായും ഉയർത്തുക എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അങ്ങനെയെങ്കിൽ അതിന് ഉത്തരം പറയാൻ CPM-ഉം ബാധ്യസ്ഥരാവും. കാരണം പി വി അൻവർ പൂർണ്ണമായും എഴുതി തള്ളി പി വി അൻവറുടെ വിഷയത്തിൽ മൗനം പാലിക്കാൻ CPM എന്നാണ് പ്രഖ്യാപിക്കുന്നത്, തീരുമാനമെടുക്കുന്നത്, അതിന്റെ അടുത്ത മണിക്കൂറുകളിൽ തന്നെയാണ് പാർട്ടി കേന്ദ്രങ്ങളെയും ഞെട്ടിച്ചുകൊണ്ട് ഇത്തരത്തിൽ ചടുല രാഷ്ട്രീയ നീക്കങ്ങളുടെ മറുപടി പറഞ്ഞേ പറ്റുന്ന അവസ്ഥയിലേക്ക് CPM-നെ പി വി അൻവർ എത്തിക്കുന്നത്. അതിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇല്ലെങ്കിൽ വരും ദിവസങ്ങൾ പി വി അൻവറുടെ പാർട്ടി നിലനിന്നാലും ഇല്ലെങ്കിലും ഇല്ലെങ്കിൽ അതിന്റെ നേട്ടങ്ങൾ എത്രയാണെങ്കിലും ശരി, ഇപ്പോൾ പി വി അൻവർ ഉണ്ടാക്കിയിരിക്കുന്നത് CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ രാഷ്ട്രീയ ഡാമേജ് തന്നെയായിരിക്കും എന്നതിൽ യാതൊരു സംശയമില്ല. ആ കൃത്യമായ പാർട്ടിയുടെ പേരിൽ പോലും പി വി അൻവർ അത് കൊണ്ടുവന്നു എന്നുള്ളതും പ്രത്യേകതയാണ്. ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള, നേരത്തെ തന്നെ പി വി അൻവർ പറഞ്ഞിരുന്ന ഒരു വാചകമുണ്ടായിരുന്നു, പൂർണ്ണമായും മതേതര സ്വഭാവത്തിലുള്ളതായിരിക്കും തന്റെ പാർട്ടി. അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പരിപൂർണ്ണ മതേതരത്വം ആണ് എന്നുള്ളത് പി വി അൻവർ ഉന്നയിച്ചിരുന്നു. ആ അൻവർ ഉന്നയിച്ച അല്ലെങ്കിൽ അൻവർ പറഞ്ഞു വെച്ച കാര്യം തന്നെ പാർട്ടിയുടെ പേരിലും ഉൾക്കൊള്ളുന്നു. അതിനോടൊപ്പം തന്നെ അതിന്റെ ചുരുക്കത്തിലേക്ക് വരുമ്പോൾ അത് ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്നുള്ള ചുരുക്കത്തിലേക്ക് വരുമ്പോൾ അത് DMK ആണ്. കേരളത്തിൽ അത് അൻവറിന്റെ പാർട്ടിയാണെങ്കിൽ അത് തമിഴ്നാട്ടിൽ അത് എം കെ സ്റ്റാലിന്റെ പാർട്ടിയാണ്, ദ്രാവിഡ മുന്നേറ്റ ഘടകമാണ്. അഥവാ ഒരേ സമയം DMK-യുടെ തമിഴ്നാട്ടിലെ DMK-യുടെ ഘടക സഖ്യകക്ഷി ആവുകയും അതിനോടൊപ്പം തന്നെ കേരളത്തിൽ സ്വതന്ത്രമായ ഒരു പാർട്ടി രൂപീകരിച്ചുകൊണ്ട് വലിയൊരു രാഷ്ട്രീയ നീക്കം പി വി അൻവർ നടത്തുകയും ചെയ്യുന്നു. അത് CPM-ഉം CPI മുസ്ലിം ലീഗും അടക്കമുള്ളവർ സഖ്യകക്ഷിയായ അതേ DMK-യുടെ സഖ്യകക്ഷിയാണ് ഇപ്പോൾ പി വി അൻവറിന്റെ ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരളയും എന്നുള്ളതും ഏറെ ശ്രദ്ധയോടെ തന്നെ നമ്മൾ പരിഗണിക്കേണ്ട ഒരു വിഷയം കൂടിയാണ്. എം കെ സ്റ്റാലിനെയോ ഇല്ലെങ്കിൽ DMK മുന്നണിയെയോ തള്ളിപ്പറയുക എന്ന് പറയുന്നത് CPM-നെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പമല്ല. തമിഴ്നാട്ടിലാണെങ്കിലും വലിയ തോതിൽ സഖ്യകക്ഷിയായി സഖ്യബന്ധത്തോടെ തന്നെ CPM-ഉം മുസ്ലിം ലീഗും അടക്കമുള്ളവർ DMK-യുമായി സഹകരിച്ച് മുന്നോട്ട് പോകുന്നു, കോൺഗ്രസ് അടക്കമുള്ളവർ സഹകരിച്ച് മുന്നോട്ട് പോകുന്നു. ദേശീയ തലത്തിലാണെങ്കിൽ പോലും ഇന്ത്യ മുന്നണിയുടെ ഭാഗമായും വ്യക്തിപരമായും പിണറായി വിജയൻ അടക്കമുള്ളവർ ഏറെ വ്യക്തിബന്ധം പുലർത്തുന്ന ആളാണ് എം കെ സ്റ്റാലിൻ. പലപ്പോഴും ഇടതുപക്ഷത്തിന്റെ പല വേദികളിലേക്കും സജീവ സാന്നിധ്യമായി എത്തുന്ന ഒരാൾ കൂടിയാണ് എം കെ സ്റ്റാലിൻ. അങ്ങനെയുള്ള ഒരു എം കെ സ്റ്റാലിന്റെ പിന്തുണ വാങ്ങിക്കൊണ്ടാണ് ഇതേ പിണറായി വിജയനെയും CPM-നെയും തിരിച്ചടിച്ചുകൊണ്ട് പി വി അൻവർ രാഷ്ട്രീയ നീക്കം നടത്തുന്നത് എന്നുള്ളതും പ്രസക്തമാണ്. വിനീത, അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. നിർണായകമായ രാഷ്ട്രീയ നീക്കമാണ് പി വി അൻവർ നടത്തുന്നത്. ഇപ്പോൾ പാർട്ടിയുടെ പേര് വന്നിരിക്കുന്നു, ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള.
DMK എന്ന പേരിൽ തന്നെയാണ് PV അൻവറിന്റെ പാർട്ടി അറിയപ്പെടാൻ പോകുന്നത്. നാളെ മഞ്ചേരിയിൽ പ്രഖ്യാപനം നടത്തും. തമിഴ്നാട്ടിലെ DMKയുടെ സഖ്യകക്ഷിയായി തന്നെ കേരളത്തിൽ പ്രവർത്തിക്കും. നാളെ പാർട്ടി പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ വലിയ ചർച്ചയായിരിക്കുകയാണ് PV അൻവറിന്റെ പാർട്ടിയുടെ പേര് പോലും. DMK എന്ന പേരിലായിരിക്കും PV അൻവറിന്റെ പാർട്ടി അറിയപ്പെടുക.